എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് ഞാനും വിചാരിക്കുന്നതാണ് കൊച്ചിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഉപ്പിൽ വെന്ത ബീഫ് തയ്യാറാക്കണം എന്നുള്ളത്. അതിൻ്റെ കളറും പിന്നെ പുട്ടിലൊഴിച്ച് കഴിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൊതിയായതാണ്. അങ്ങനെ ഞാനും ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ചധികം തന്നെ ഏകദേശം ഒരു 3/4 കപ്പോളം കുഞ്ഞുള്ളി, ചുവന്നുള്ളി എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10ഓളം വെളുത്തുള്ളിയുടെ പകുതിയോളം ഇഞ്ചിയാണ് എടുത്തത്. ഇഞ്ചി കൂടുതൽ രുചി വേണമെന്നുള്ളവർക്ക് ഇഞ്ചി കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ബീഫ് ഏകദേശം ഒരു 600 ഗ്രാമോളം അത്രയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രം, ഒരു 3-4 ആൾക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ ഒരു 1/3 ഭാഗം അത്രയും കൂടി ചേർക്കുന്നുണ്ട്. സവാള നിർബന്ധമൊന്നുമില്ല, ചുവന്നുള്ളി മാത്രമായിട്ട്, അല്ലെങ്കിൽ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള മാത്രമായിട്ട് അങ്ങനെയൊക്കെ ചേർക്കാം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാന്താരി കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാന്താരി ചേർത്ത് കൊടുത്തു. അതുകൂടാതെ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. കാന്താരി തന്നെ മുഴുവൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ യാതൊരു പൊടിയും ചേർക്കാതെ ഉണ്ടാക്കിയതും കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ 2 പൊടികളും ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. അത് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടിനി ഇതൊക്കെ നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഈ ബീഫിലുള്ള വെള്ളം, പിന്നെ കുറച്ച് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള വെള്ളം, അത് മാത്രം തന്നെയുള്ളൂ. വേറെ വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഞാനൊരു 7 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് നല്ലതുപോലെ അങ്ങ് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു ഉപ്പിൽ വെന്ത ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും തന്നെ ഇതിൽ ചേർക്കാനോ ഒന്നുമില്ല. നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ പോലും ഇതിൽ ഇത്രയും വെള്ളമുണ്ട്. ബീഫിൽ നിന്നൊക്കെ ധാരാളം വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോൾ ധാരാളം വെള്ളമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ട് വേണ്ട, ഇത്രയും ബീഫിൻ്റെ ഒരു ഫ്ലേവർ വേണ്ട എന്നൊക്കെ ആണെങ്കിൽ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടും തയ്യാറാക്കാം. കുഴപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ലൂസാക്കി എടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പുട്ടിന് കഴിക്കാനാണല്ലോ. അപ്പോൾ ഇതാ പുട്ടിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഞാൻ ഇതിൻ്റെ കളറും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെയായിരുന്നു, അതിനേക്കാളും സൂപ്പറായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുട്ടിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. വേറെ എന്തിൻ്റെ കൂടെയാണ് ഇത് കോമ്പിനേഷൻ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പം എല്ലാവരും ഇത് അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്